സായക്കുട്ടി, ഈ വീഡിയോ അമ്മ സായക്കുട്ടിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. കൊച്ചു വലിയ കുട്ടിയായിട്ട് സംസാരിച്ചൊക്കെ തുടങ്ങി. അമ്മ പറയണതൊക്കെ കൊച്ചിന് മനസ്സിലാവാൻ തുടങ്ങുമല്ലോ. ഇപ്പൊ മനസ്സിലാക്കണില്ല എന്നല്ല, ഇച്ചിരി കൂടി വലുതായി മനസ്സിലാക്കാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും കുഞ്ഞിന് ഈ വീഡിയോ കാണാൻ പറ്റും. സായക്കുട്ടി, ഈ വീഡിയോ അമ്മ സായക്കുട്ടിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ചെയ്യണ വീഡിയോ ആണ്. കുഞ്ഞിനെ നോക്കിയേ, ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. കണ്ട, കുഞ്ഞിന് ഇന്ന് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെയാണത്. കുഞ്ഞിന്റെ ഉടുപ്പുകളാണ്. അതൊക്കെ അമ്മച്ചി നോക്കിയായിരുന്നു. ഈ അമ്മയുടെ സുന്ദര കുട്ടിക്ക് 2 വയസ്സായി. അപ്പൊ അമ്മ ഇന്ന് പറയാൻ പോകുന്നത് അമ്മ സായ്ക്കുട്ടീനെ പ്രസവിക്കാൻ പോയ കഥയാണ്. അമ്മക്ക് തമ്പായി സായ്ക്കുഞ്ഞിനെ തന്ന ദിവസത്തെ ഓർമ്മകളാണ് അമ്മ ഇന്ന് പറയാൻ പോണേട്ടാ. അപ്പോ അമ്മ വാവേനെ അമ്മയ്ക്ക് തമ്പായി തന്നത് മാർച്ച് 3-ാം തീയതിയാണ്. അമ്മ ലാസ്റ്റ് ചെക്കപ്പിന് പോയപ്പോ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് വെള്ളം കുറവാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ, ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർച്ച് 2-ാം തീയതിയാണ് അമ്മയോട് ഡോക്ടർ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മോമിയും എല്ലാരും നമ്മളുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ബാഗൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ അങ്ങനെ ഒരു ദിവസം മാർച്ച് 2-ാം വേണ്ടിയിട്ട് അമ്മ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ മാർച്ച് 1-ാം തീയതി അപ്പയുടെ ലാസ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് മെറ്റേണിറ്റി ലീവ് വെച്ചിട്ട് അപ്പ അതിൻ്റെതായ കാര്യങ്ങളായിട്ട് മാലി നിൽക്കുകയാണ്. അമ്മ കഴിയുമ്പറത്തായിരുന്നല്ലോ. അപ്പൊ നമ്മൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ആ സമയത്ത് ഇവിടെ പാലപ്പെട്ടിൽ ഉത്സവം കഴിഞ്ഞിരിക്കണ സമയമായിരുന്നു. ആ ടൈമില് മോമി എന്ത് ചെയ്തു, ഉത്സവത്തിന് പോയിട്ട് ഉണക്കച്ചെമ്മീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മോമി അതൊക്കെ കറി വെച്ച് അമ്മച്ചി അത് വേഗം കഴിച്ചിട്ടിരിക്കുകയുണ്ടായിരുന്നു. മോമി കഴിച്ചിട്ടേ ഉണ്ടായില്ല. പക്ഷെ അന്ന് രാവിലെ തൊട്ടിട്ട് അമ്മയ്ക്ക് കുഞ്ഞിന്റെ അനക്കം ഒട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. 8 മാസം കഴിഞ്ഞാൽ അനക്കക്കുറവുണ്ടെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അമ്മയ്ക്ക് ഒട്ടും അനക്കം കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മ എന്ത് ചെയ്തു, സാധാരണ അനക്കക്കുറവുണ്ടാകുമ്പോൾ പഞ്ചസാര തിന്നണ പോലെ അമ്മ പഞ്ചസാര എടുത്ത് തിന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ വട്ടം പഞ്ചസാര തിന്നിട്ടും കുഞ്ഞ് അനങ്ങിയില്ല. അമ്മ ഒരു 12 മണി വരെയൊക്കെ കാത്തിരുന്നു കുഞ്ഞനങ്ങുമെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ 5 മേമ ഉണ്ടായിരുന്നു, കുഞ്ഞിന്റെ 5 മേമ. 5 മേമ അമ്മയുടെ ഇങ്ങനെ ഇടയ്ക്ക് അമ്മ അടുക്കളേക്ക് പോയി വരണ കണ്ടപ്പോൾ 5 മേമ ചോദിച്ചു, എന്താടി പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ പറഞ്ഞു, കുഞ്ഞിന്റെ എനക്ക് അമ്മക്ക് കിട്ടണില്ല. അങ്ങനെ മോമി എന്തോ പണിയിലായിരുന്നു. മോമിനെ വിളിച്ചു ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. കാരണം അമ്മയ്ക്ക് പേടിയായി തുടങ്ങി. കുഞ്ഞ് ഒട്ടും അനങ്ങണില്ല 3 മണിക്കൂറായിട്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ മോമി ഡ്രസ്സൊക്കെ മാറി. മോമി ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. നമ്മളുടെ സാദി ചേച്ചി വന്നു, ആൻറ്റി അമ്മേനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ എല്ലാവരും വന്നു. അപ്പേനെ വിളിച്ചമ്മ പറഞ്ഞു, ഇങ്ങനെ ഉണ്ണി അനങ്ങണില്ല, ഹോസ്പിറ്റലിലോട്ട് വരണമെന്ന് പറഞ്ഞു. കാരണം പിറ്റേ ദിവസം അഡ്മിറ്റ് ആവണല്ലോ. അങ്ങനെ അച്ഛൻ ഗൾഫിലാണെന്ന് അച്ഛനെ വിളിച്ചു പറഞ്ഞു ഹോസ്പിറ്റലിലോട്ട് പോവേണ്ടെന്ന്. അത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ വണ്ടിച്ചേട്ടനെ വിളിച്ചു. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, അപ്പൊ തന്നെ ഫോണിന്റെ നെറ്റ്വർക്ക് അങ്ങോട്ട് പോയി. പിന്നെ ആരെയും വിളിക്കാൻ പറ്റണില്ല. അങ്ങനെ ഒരു അരമണിക്കൂർ അല്ല, ഒരു 20 മിനിറ്റ് ആയപ്പോഴത്തേനും കാർ വന്നു. അങ്ങനെ നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും കുഞ്ഞനങ്ങണില്ല. അപ്പൊ അമ്മയ്ക്ക് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വന്നു, മനസ്സിൽ ഭയങ്കര ഇത് വന്നു. അപ്പേനെ വിളിക്കാൻ പറ്റണില്ല, ഒന്നും സംസാരിക്കാനൊന്നും പറ്റണില്ല. അപ്പൊ ഇങ്ങനെ കാറ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല പല ചിന്തകളും വന്നു. കാറാണെങ്കിൽ പയ്യാണ് ഓടിക്കണത്, കാരണം ഞാൻ ഗർഭിണിയാണല്ലോ. അപ്പൊ എനിക്ക് കാറ് സ്പീഡിൽ ഓടിക്കണം എന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു പേടി കൊണ്ട് അതും പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഭയങ്കര സങ്കടം വന്നൊരു സമയമായിരുന്നു അത്. ഫോൺ മറക്കാനില്ല, ആരെയും കിട്ടണില്ല, അങ്ങനെയൊക്കെ. അപ്പൊ അന്ന് എന്റെ കൂടെ അമ്മയും 5 വന്നത് ഹോസ്പിറ്റലിലോട്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു സ്ഥലത്തിയപ്പോൾ, എനിക്ക് തോന്നുന്നു എറിയാടെ മുമ്പ് എത്തിയപ്പോൾ വീട്ടില് കണിക്കൊന്ന പൂത്ത് നിൽക്കണം. മാർച്ചല്ലേ ആയിട്ടുള്ളൂ, സാധാരണ ഏപ്രിലൊക്കെ ആകുമ്പോഴല്ലേ. പക്ഷേ ഇപ്പോഴത്തെ സീസണിൽ കണിക്കൊന്ന നേരത്തെ പൂക്കും. എന്നാലും അങ്ങനെ കണിക്കൊന്നൊക്കെ പൂത്ത് നിൽക്കും. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. കാരണം ഗുരുവായൂരപ്പൻ എന്റെ കൂടെ ഉള്ള പോലെ എനിക്ക് തോന്നി. ഒരു കുഴപ്പം ഉണ്ടിക്കുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ തോന്നി. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി. എറിയാട് കഴിഞ്ഞപ്പോൾ തന്നെ ഫോണിന്റെ റേഞ്ചൊക്കെ വന്നു. എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരുന്നു. പോയിട്ട് റേഞ്ചൊക്കെ വന്നു. അപ്പൊ തന്നെ എറിയാട് കഴിഞ്ഞ് ഈ കണിക്കൊന്ന അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഫോൺ റിങ് ചെയ്തു. അഞ്ജുന ആന്റിയമ്മ വിളിച്ചു, അമ്മേനെ അപ്പ വിളിച്ചു, മോമീനെ അച്ഛ വിളിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി. അപ്പൊ തന്നെ അവർ ലേബർ റൂമിൽ കയറ്റി. പിന്നെ അവരുടെ ചെറിയ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ഡോക്ടർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പൊ അതിന് മുമ്പ് തന്നെ സിസ്റ്റർമാര് ഗ്ലൂക്കോസ് ഇട്ടു. അവർക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കുഞ്ഞിന് ക്ഷീണം വന്നതാണ്. പക്ഷെ അമ്മയ്ക്ക് ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ അവർ ഗ്ലൂക്കോസ് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ 5 മിനിറ്റിനുള്ളിൽ സായ്ക്കുട്ടി അമ്മനെ ചവിട്ടിയൊക്കെ തുടങ്ങി. എന്നിട്ട് അവർ കൗണ്ട് ചെയ്യാൻ പറഞ്ഞു. ഒരു 5 മിനിറ്റിനുള്ളിൽ സായ്ക്കുട്ടി ഒരു 10-16 വട്ടം അമ്മനെ ചവിട്ടി. നമുക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ പിറ്റേ ദിവസം എന്തായാലും അഡ്മിഷൻ ആണല്ലോ. അപ്പൊ അമ്മ അവിടെ തന്നെ അഡ്മിറ്റ് ആവാൻ തീരുമാനിച്ചു. അങ്ങനെ മെയിൻ ലേബർ റൂമിലല്ല, അവിടെ സബ് ഡിവിഷനിലെ റൂംസ് ഉണ്ടാവും, അവിടെയാണ് അമ്മനെ കിടത്തിയത്. അപ്പൊ ഇങ്ങനെ ഓരോ ആന്റിമാരൊക്കെ നന്നായിട്ട് പെയിൻ വന്ന് കരയണം, ഒച്ചയ്ക്കും നല്ല കരച്ചിൽ കഴിയുമ്പോൾ പിന്നെ കിക്കണ വാവന്മാർ വെച്ചാണ്. അപ്പൊ എന്റെ മുമ്പിൽ കൂടെയാണ് കുഞ്ഞുവാവകളെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാനാണ് അവർ അച്ഛനും അമ്മയൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഉണ്ണിവാവകളെ തൊട്ടിരുന്നത് ഞാനാണ്. അവയ്ക്ക് നല്ല സന്തോഷമായി, എനിക്ക് സ്വന്തമായിട്ട് നാളെ ഒരു ഉണ്ണിവാവനെ കിട്ടുമല്ലോ എന്നുള്ളത്. പക്ഷെ അമ്മ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ആൺകുഞ്ഞാണ് പെൺകുഞ്ഞാണ് അല്ലെന്നുണ്ടെങ്കിൽ ആരെ പോലെ ഇരിക്കും കാണാൻ, അമ്മയുടെ പോലെയാണോ കുഞ്ഞിന്റെ മുഖം, അപ്പയുടെ പോലെയാണോ, അങ്ങനെ ഒന്നും അമ്മ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല.
അങ്ങനെ സിസ്റ്റർമാരൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇത്രയും ബഹളമൊന്നും കഴിക്കരുത്, വേഗം വന്ന് പ്രസവിച്ച് 1/2 മണിക്കൂർ കൊണ്ട് പ്രസവിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഡോക്ടർ അന്ന് അവിടെ ഹോസ്പിറ്റലിൽ കിടന്നു. പിറ്റേ ദിവസം ഡോക്ടർ വന്നു, രാവിലെ വന്നു PV ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് PV എന്ന് പറഞ്ഞാൽ നല്ല പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയായിരുന്നു. എനിക്ക് പ്രസവിക്കാൻ പോണേൽ ഏറ്റവും പേടിയുള്ള കാര്യമായിരുന്നു PV ചെയ്യാന്നുള്ളത്. അങ്ങനെ PV ചെയ്തോ. PV ചെയ്യുമ്പോൾ വേദനയൊന്നുമല്ല, ഞാൻ വേറെ ഏതോ ഒരു സ്റ്റേറ്റിലെത്തി, ഏതോ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഞാൻ സത്യം പറഞ്ഞാൽ വേറെ ഏതോ ഒരു ഭൂമി വിട്ട് ഞാൻ എൻ്റെ ആത്മാവ് വേറെ എവിടേക്ക് പോയി, അങ്ങനെ ഒരു സംഭവമായിരുന്നു. അപ്പൊ നോക്കിയപ്പോൾ സർവിക്സ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഡെലിവറി നടക്കും, പക്ഷെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം വയറ്റിൽ വെള്ളം കുറവുള്ളതുകൊണ്ട്, കുഞ്ഞു കിടക്കുന്ന വെള്ളം കുറവുള്ളതുകൊണ്ട് തന്നെ അമ്മ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ണി മഷി ഇറക്കും. അല്ലെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ശ്വാസം മുട്ട് വന്നിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റും. അങ്ങനെയായിരുന്നു. അപ്പോൾ നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞത് ഇത്തിരി ക്രിട്ടിക്കലായിട്ട് നടന്നു പോയിനി. അങ്ങനെ ഒരു സ്റ്റേജ് എത്തി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്തായാലും ഉണ്ണിക്ക് ഇത്തിരി വളർച്ചക്കുറവുണ്ട്. കാരണം എനിക്ക് ഒരു 10 ദിവസം മുമ്പായിരുന്നു എനിക്ക് ഡെലിവറി ഡേറ്റ് പറഞ്ഞാലും വന്നത്. അതായത് വളർച്ച കുറവായിരുന്നു ഉണ്ണിക്ക്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, C-സെക്ഷൻ ചെയ്യാം, അതായിരിക്കും ഏറ്റവും നല്ല പ്രൊസീജിയർ. അല്ലെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും ബുദ്ധിമുട്ടാകും, ഒരാളെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഇത് അമ്മയോടാണ് ഡോക്ടർ ആദ്യം പറഞ്ഞു. ഇതെന്നെ അപ്പയുടെ അടുത്തും മൂമിയുടെ അടുത്തും പറയണം കേട്ടു. അതിനുശേഷം അമ്മ പുറത്ത് വന്നപ്പോൾ അപ്പയുടെ ഒക്കെ മുഖം കാണുന്നത് ഭയങ്കര ടെൻഷൻ. മോമിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ മോമി അത് ഒട്ടും എക്സ്പ്രസ് ചെയ്തില്ല. അപ്പയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട്. അപ്പോഴത്തേനും അപ്പയുടെ മുഖം ആകെ കത്തിക്കറി വളിച്ചൊരു മാതിരി. എന്നിട്ട് അപ്പ അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ സംസാരിച്ചു. എനിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ പേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഉണ്ണിക്ക് എന്തെങ്കിലും പറ്റുമെന്നുള്ളത് അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. പിന്നെ ഞാൻ പേടിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ളവരെല്ലാവരും പേടിക്കും. അതുകൊണ്ട് എനിക്ക് അന്നേരത്ത് എവിടെന്നോ ഒരു ധൈര്യം വന്നു. എവിടെന്നോ അത് ചിലപ്പോൾ അമ്മ പ്രാർത്ഥിക്കണ ഭഗവാൻ അമ്മയ്ക്ക് തന്നതായിരിക്കും. അങ്ങനെ അച്ഛമ്മ വന്നു, അച്ഛൻ വന്നു, എല്ലാവരും ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ പറഞ്ഞു C-സെക്ഷൻ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അതിന്റെ പ്രൊസീജിയറിലോട്ടൊക്കെ കിടക്കും. കാരണം പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് C-സെക്ഷന് കയറ്റാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പയുടെ ടെൻഷൻ കാരണം അന്ന് അപ്പേനെ അമ്മ വീട്ടിലോട്ട് വിട്ടില്ല. അമ്മയുടെ കൂടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പയും അമ്മയും മോമിയും കൂടിയാണ് അന്ന് ഹോസ്പിറ്റലിൽ കിടന്നുറങ്ങിയത്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അമ്മ അപ്പേനെ നേരത്തെ എണീറ്റ് വിളിച്ചിട്ട് അപ്പേനോട് വീട്ടിൽ പൊക്കോണം പറഞ്ഞു. അങ്ങനെ അപ്പ നേരത്തെ വീട്ടിൽ പോയി. പിന്നെ നമുക്ക് അമ്മയ്ക്ക് സിസ്റ്ററിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ അവർ ചെയ്തു. അമ്മയുടെ ഡ്രസ്സ് മാറ്റി ഓപ്പറേഷൻ ഡ്രസ്സൊക്കെ തന്നു. പിന്നെ എല്ലാവരും വരാൻ തുടങ്ങി. ബീനമ്മ വന്നു, മേമ വന്നു, മാമന്മാരൊക്കെ വന്നു. നന്ദുമാമ ഉണ്ടായില്ല കേട്ടോ. നന്ദുമാമയ്ക്ക് +2 എക്സാം നടക്കരുത്. അന്ന് അവൻ എക്സാം ഉള്ള ദിവസമായിരുന്നു. അമ്മ ഉണ്ടായിരുന്നു, കുഞ്ഞുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ശാന്തമ്മ ഉണ്ടായിരുന്നു, അങ്ങനെ ഗോപിലുഷൻ, അഞ്ചുമേമ ഉണ്ടായിരുന്നില്ല. അഞ്ചുമേമ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അമൃതയിൽ പോയിരിക്കുക. ആൻറ്റിയമ്മ ഉണ്ടായില്ല. എല്ലാവരും വന്നു. അങ്ങനെ അമ്മനെ വീൽ ചെയറിലൊക്കെയാണ് കൊണ്ടുപോയത്. അപ്പൊക്കെ ഹെവി ടെൻഷനിൽ നിൽക്കുക. അപ്പയുടെ മുഖത്ത് അമ്മയ്ക്ക് നോക്കാനേ പറ്റാണ്ടായില്ല, മോമിനെ നോക്കാൻ പറ്റാണ്ടായില്ല. റൂമിന് പുറത്ത് പേഴ്സൺ പിടിച്ച് ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ അമ്മ 2 ഭാഗത്തും മുടിയൊക്കെ മടഞ്ഞിട്ട് അതിന്റെ ഡ്രസ്സൊക്കെ ഇട്ട്, ഓപ്പറേഷൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അമ്മേനെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി. അമ്മനെ വീൽ ചെയറിലാണ് കൊണ്ടുപോയത്. അപ്പോൾ അമ്മയുടെ ബാക്കിൽ കൂടെ അപ്പയും കുഞ്ഞുമാമനും വന്നത്. അപ്പയുടെ കയ്യിൽ അമ്മയ്ക്ക് ആവശ്യമുള്ളതും കുഞ്ഞിന് ആവശ്യമുള്ള തുണികളും ഡ്രസ്സും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അമ്മ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് അപ്പനും കുഞ്ഞുമാമനെ മാത്രം കണ്ടു. അപ്പോൾ നല്ല ടെൻഷനിലായിരുന്നു. അപ്പയുടെ കണ്ണൊക്കെ നിറയാനുണ്ടായിരുന്നു. എന്നാലും അപ്പം ചിരിച്ചിട്ടൊക്കെ ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. അതിൽ ചെന്നിട്ട് അമ്മയുടെ ഓപ്പറേഷൻ ആയിരുന്നില്ല ഫസ്റ്റ്, വേറെ ഇത് ചേച്ചിയുടെ ആയിരുന്നു. പക്ഷെ ആ ചേച്ചിക്ക് എന്തോ പെട്ടെന്ന് BP ഷൂട്ടപ്പാവോ എന്തോ ചെയ്തതിന് ശേഷം അമ്മേനെ ആദ്യം തന്നെ അവിടെ കയറ്റി. അവർ ഇതിൽ കയറ്റി നമ്മളുടെ കാനലട്ടിൽ കൂടെ അവർ ഗ്ലൂക്കോസ് ഒക്കെ ഇടാൻ നോക്കി. പക്ഷെ കയറുന്നുണ്ടായില്ല. അങ്ങനെ 2ാമത് ഉരുക്കുത്തി. അത് അമ്മയ്ക്ക് ഇത്തിരി വേദന ഉണ്ടായിരുന്നു. പിന്നത്തെ കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുമായിരുന്നു കേട്ടോ. അവരിങ്ങനെ ചോദിച്ചു, എന്ത് വാവേന വേണ്ടെന്നൊക്കെ ചോദിച്ചു. ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ടെൻഷനൊന്നും ഇല്ല, എന്തായാലും വാവേനെ പുറത്തെടുക്കണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ C-സെക്ഷൻ്റെ ടെൻഷനൊന്നും അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഏത് പ്രൊസീജിയർ ആണെങ്കിലും നല്ല ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അമ്മയ്ക്ക് വാവേന നല്ല ആരോഗ്യത്തോടുകൂടി കുഴപ്പമില്ലാണ്ട് കിട്ടിയാൽ മതി, അത്രേ ഉണ്ടായുള്ളൂ. അങ്ങനെ അനസ്തേഷ്യയുടെ ഡോക്ടർ വന്നു. അനസ്തേഷ്യയുടെ ഡോക്ടർ ചോദിച്ചു, എന്തുകൊണ്ടാണ് സിസേറിയൻ ചെയ്യണേന്നൊക്കെ കറക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞ് അനസ്തേഷ്യ തന്നു. നമ്മുടെ മുരളി ഡോക്ടർ വന്നു. ഡോക്ടർ പാട്ടൊക്കെ പാടി നല്ല കൂളായിട്ടാണ് വരുന്നത്. ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുന്നൊക്കെ, പക്ഷെ ഡോക്ടർ ഒന്നും ചോദിച്ചില്ല. അങ്ങനെ അമ്മനെ മയക്കിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് മയക്കിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ചേ മയങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ അമ്മയുടെ വയറ് മുറിച്ചൊക്കെ മറിഞ്ഞു. പിന്നെ ചെറിയൊരു മയക്കത്തിലോട്ട് പോയി. എന്നിട്ട് അവിടെ ഒരു ചേട്ടൻ വന്ന് അമ്മയുടെ മുഖത്ത് തട്ടിയപ്പോൾ ഡോക്ടർ പറഞ്ഞ അമ്മ കേട്ടത്, കുട്ടീനെടുത്തോളാൻ പറയണത് നമ്മൾ കിട്ടും. അങ്ങനെ കുട്ടീനെടുത്തു. അപ്പോൾ ഡോക്ടർ അമ്മയോട് പറഞ്ഞു, അശ്വതി പെൺകുഞ്ഞാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. സത്യം പറഞ്ഞാൽ നേരത്തെ അവിടെ കിടന്ന് കരഞ്ഞു. ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ട് അമ്മയ്ക്ക് എന്താ പറയുക, അതൊരു വേറെ ഫീലിംഗ് ആണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതാ അമ്മമാരായ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ഇപ്പോൾ പറയുമ്പോൾ സങ്കടം വരും. അങ്ങനെ അമ്മ കുഞ്ഞിൻ്റെ കരച്ചിൽ ആദ്യമായിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കൊണ്ട് കാണിച്ചത്. പക്ഷെ അമ്മയ്ക്ക് വാവയുടെ മുഖമൊന്നും ശരിക്കും അന്നേരത്ത് കാണാനൊന്നും പറ്റിയൊന്നുമില്ല. ഒരു ട്രയൽ കൊണ്ട് കാണിച്ചെന്ന് വാവ വെള്ളാമിച്ചിരിക്കണം. പിന്നെ അമ്മയ്ക്കൊന്നും ഓർമ്മയില്ല കേട്ടാ. പിന്നെ അമ്മ എണീക്കുമ്പോൾ SICUലാണ് അമ്മ. അവിടെ നിന്ന് എനിക്ക് ബോധം വരുമ്പോൾ എനിക്ക് തോന്നുന്നൊരു 3-3:30 ആയിട്ടുണ്ട്.
അന്നേരത്ത് അപ്പേനെ കാണിച്ചു തന്നു. എല്ലാവരും കാണിച്ചു തന്നു. ഒരു വിൻഡോന്റെ അപ്പുറം എല്ലാവരും ഉണ്ടായിരുന്നു. അവർ കൈപൊക്കി ഹായ് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഹായ് ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ സിസ്റ്റർ അടുത്ത് പറഞ്ഞു എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് മോൻ വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അമ്മയ്ക്ക് സാരിക്കുട്ടിനെ കിട്ടി. പിന്നെ അന്ന് വൈകിട്ട് തന്നെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. കുഞ്ഞിനന്ന് തന്നില്ല, പിറ്റേ ദിവസം രാവിലെയാണ് തന്നെ. ആഴ്ചകളിൽ വ്യത്യാസമുണ്ടെങ്കിലും വളർച്ചക്കുറവുണ്ടായിരുന്നെങ്കിലും കുഞ്ഞിന് ആരോഗ്യപരമായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അമ്മയുടെ വാമ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേബിയായിരുന്നു. 2520 അമ്മയുടെ ബേബിയുടെ വെയിറ്റ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേബിയായിരുന്നു കേട്ടോ. അവിടുന്ന് കുറച്ച് ദിവസമൊക്കെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് March 7 നമ്മൾ കഴിയുമ്പോഴത്തേക്ക് വന്നത്. അതുപോലെ ഒരു May 29 നമ്മൾ മാലിന്യയിലേക്ക് പോയത്. ഇതാണ് അമ്മയ്ക്ക് സായിക്കുട്ടിനെ കിട്ടിയ ക്യൂട്ട് സ്റ്റോറി.